ഡെറിക്കിന്റെ പരാജയം ആഘോഷിക്കുകയാണല്ലേ? അയ്യോ, എന്റെ കുഞ്ഞ്. മാഡം ഒന്ന് പറഞ്ഞോട്ടെ സാർ, വിത്ത് യുവർ പെർമിഷൻ. ഞാൻ നിങ്ങളെ എല്ലാവരും ഒന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തത് എല്ലാവരോടും കൂടി ഒരു കഥ പറയാനാ. കഥയാ? തന്റെ കയ്യിലെന്തോ ഇൻഫർമേഷൻ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്? സാർ അത് താനെന്താ ആളെ കളിയാക്ക്? സാർ, ഇൻഫർമേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ചില അനുമാനങ്ങളിലൂടെ ഞാൻ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരും കഥാപാത്രങ്ങളായ ഒരു കഥയാണ്. തനിക്കെന്താണോ വട്ടായോ? സാർ, ഞാൻ ആദ്യം മുതൽ പറയാം. സാറിന്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായ ദിനേശ് സാറിന്റെ മകനെ ജയിലിലാക്കിയ ഡെറിക് സാറിനോട് നിങ്ങൾക്ക് തീരാത്ത പകയുണ്ട്. ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാടോ. ഇതാണോ സാർ ഇവന്റെ ഇൻഫർമേഷൻ? തന്നെ പ്രണയിച്ചു വഞ്ചിച്ച ഡെറിക് സാറിനോട് ഡയാന മാഡത്തിനും ഉണ്ട് പക. അവന്റെ കോപ്പിലെ കഥ ഇവിടെ കൊച്ചിനെ കിട്ടാതെ മനുഷ്യൻ. സാർ, ഞാൻ പറയുന്നത് മുഴുവനും ഒന്ന് കേൾക്കണം പ്ലീസ്. അങ്ങനെ പകയുള്ള എല്ലാവർക്കും കൂടി വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഫിലിപ്പ് അബ്രഹാമിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കൊലപാതക കുറ്റം. സ്വന്തം അനുജനായാലും നീതി പുലരണം എന്ന് ശഠിച്ച ഡെറിക് സാർ ഫിലിപ്പിനെ ജയിലിലാക്കി. അനുജന്റെ കൈകൊണ്ട് ഡെറിക് സാറിന്റെ മരണം കാണാൻ നിങ്ങൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കി. അല്ല, ജയിൽ ചാടിച്ചു. അതേടാ, ഞാനാ ജയിലിൽ ചാടിച്ചത്. നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ എന്തോ ചെയ്യും? അയ്യോ, എന്റെ തെളിവ് ഒന്നുമില്ല സാർ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താനെന്താ വിളിച്ചു വരുത്തി പൊട്ടം കളിപ്പിക്കാണോ? സാർ, ഞാനങ്ങനെ അധിക്ഷേപിച്ച് സംസാരിച്ചൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യമില്ല. ഫിലിപ്പ് അബ്രഹാമിനെ കണ്ടുപിടിക്കാന്ന് മാത്രമായിരുന്നു എന്റെ ഡ്യൂട്ടി. പിന്നെ അവൻ ചെയ്ത കൊലപാതകങ്ങളുടെ ചുരുളഴിക്കുക. എന്നിട്ട് ചുരുൾ അഴിഞ്ഞോ? എങ്കിൽ എവിടെയോ ഫിലിപ്പ്? നിങ്ങൾ എന്താ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ? എവിടെ ഡെറിക്? എവിടെ എന്റെ അലൻ? എന്റെ കുഞ്ഞ്? പേടിക്കണ്ട, കുട്ടിക്കൊന്നും സംഭവിക്കില്ല.